ഒക്കെ വീട്ടിൽ പോയ ആ വീഡിയോക്കകത്ത് ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. നമ്മളൊരു വണ്ടിയൊക്കെ എടുത്തപ്പോൾ പപ്പാനെ അമ്മേനെയും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകണം, നല്ല നല്ല പ്രദേശത്തൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ പറയില്ലേ, വണ്ടി എടുത്ത് അങ്ങനെ കൊണ്ടുപോകണം പോകണം. അമ്മൂസും അമ്മയും കിങ്ങിണിക്കുട്ടിയും കൂടെ അവിടെ മെഴുകുതിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു യുവർ ലവ് ടു പോയിന്റ് പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇടുക്കി വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇടുക്കി നമ്മുടെ പ്രദേശമൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഇവിടെ നല്ല മഴ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ വന്നതിന് ശേഷം സൂര്യൻ ഒന്ന് ഉദിച്ചേക്കാം എന്ന് വിചാരിച്ചു. അല്ലെന്ന് ഞാൻ വന്നതിന് ശേഷം ഇപ്പോഴൊന്ന് കാണണം. നമ്മുടെ അവിടെ എപ്പോഴും കാണായിരുന്നു. നമ്മുടെ അവിടെ എപ്പോഴും കണ്ടിട്ട് ഞാൻ പറയും 5 മിനിറ്റ് ഒന്ന് മാറി നിൽക്കുന്നത് ഞാൻ പറയാറുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ കാണാനില്ലാന്ന്. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എവിടെയും പോവാനോ പിറക്കാനോ നമുക്ക് വെളിയിൽ കൂടെ ഒന്ന് ഇറങ്ങി സ്വാതന്ത്ര്യത്തോടെ നടക്കാനോ ഒന്നും പറ്റിയില്ല. എന്റെ കാലിന്റെ കെട്ടൊക്കെ അഴിച്ചിട്ടായാലും എനിക്ക് മര്യാദയ്ക്ക് ഒന്ന് ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വിഷമം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇന്ന് മഴ കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം നല്ല വെയിലെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ ഇറങ്ങിയ പപ്പാനെ ഇന്ന് കടയിൽ വിടാണ്ട് നമുക്ക് പിടിച്ചു നിർത്താറുണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് ഇടയിലൊക്കെ കറങ്ങാനായിട്ടൊക്കെ പോവായിരുന്നു. പപ്പയ്ക്ക് വീട്ടിൽ ഇരിക്കാനേ പറ്റുന്നില്ല കേട്ടോ. കാര്യം കണ്ണൻചേട്ടൻ കടയിലില്ല. അതുകൊണ്ട് ഇന്നലെ ശ്രീകുട്ടനൊക്കെ അവിടെ വിളിച്ചിട്ട് പോലും പപ്പയ്ക്ക് വരാൻ പറ്റിയില്ല. കണ്ണൻചേട്ടനില്ല. അപ്പൊ പപ്പ അവിടെ ഒരു ഓൾ ഇൻ ഓൾ ആണ്. എല്ലാ കാര്യങ്ങളും പപ്പ തന്നെ നോക്കി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വരാനോ പിറക്കാനോ ഒന്നും പറ്റുന്നില്ല. മാനേജർ. അപ്പൊ എവിടെയും പോവാനും പിറക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മളൊരു വണ്ടിയൊക്കെ എടുത്തപ്പോ പപ്പാനെ അമ്മേനെയും എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകണം, നല്ല നല്ല പ്രദേശത്തൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ പറയില്ലേ, വണ്ടി എടുത്ത് അങ്ങനെ കൊണ്ടുപോകണം പോകണം. അങ്ങനെ പറഞ്ഞ അഹങ്കാരം ജാടയാന്നാണ് കേസ് പറയുന്നത്. ഞാൻ എന്താണ് ചെയ്യാ? ഈ വണ്ടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ പറയും അവക്ക് ജാടയാടോ അഹങ്കാരം. എങ്ങാനും വീഡിയോക്കകത്ത് അങ്ങനെ കണ്ടുപോയി തീരുമാനം നമ്മള് കുറ്റപ്പെടുത്തി പറയുന്നല്ല കേട്ടോ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതെന്താ അതിന്റെ റീസൺ എന്നുള്ളത് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. നമ്മൾ നമ്മുടെ എല്ലാ ഫാമിലി കൂടെ ഒക്കെ പോയി എല്ലാവരെയും കണ്ടു. എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ പോകുന്നതാണ് കേട്ടോ. ഇപ്പൊ വണ്ടി എടുത്തോണ്ട് മാത്രമൊന്നുമല്ല, എല്ലാ പ്രാവശ്യം വരുമ്പോ എല്ലാ വീടുകളിൽ കൂടെ പോകുന്നത്. പക്ഷെ അതൊന്നും ആരും പറയത്തില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന് മാത്രമേ എല്ലാരും പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ പോയില്ല ചോദിക്കൂട്ടോ അതെന്താ അമ്മു പോവാത്തെ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ. സ്നേഹം കൊണ്ടാണ് കേട്ടോ. അവിടെ പോണേ ഇവിടെ പോണേ എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അപ്പൊ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് വെക്കോ. നല്ല അടിപൊളി സീനറി ഒക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. വേഗം പോയി കണ്ടിട്ട് അങ്ങനെ ഞങ്ങള് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. അമ്മൂസ് ഫ്രണ്ടി നമ്മള് എവിടെയും പോയിട്ടില്ല കേട്ടോ. കാര്യം എന്താ പറയാ, മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഒരിത്തിരി മഴ തോർന്നു. ഇന്നാണ് മഴയൊക്കെ തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ നടക്കാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കുമാരിയമ്മയുടെ വീടൊക്കെയാണല്ലേ. കുമാരിയമ്മയുടെ വീട് ആത്തൊക്കെ ഉണ്ടാകുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ കാണാനായിട്ട്. ഞാൻ മറ്റേ പ്ലാസ്റ്റർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയൻ പപ്പയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുമാരിയമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിട്ട് എനിക്ക് ഒത്തിരി ബലം ആ കാലെ കൊടുക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ട് ഞാൻ പതുക്കെ നടക്കുന്ന. കാര്യം ഒരു വെട്ടല് പോലും ഇപ്പൊ ഭയങ്കര ഡേഞ്ചർ ആവും അല്ലേ. ഇവിടെ ഫുള്ള് ചെളിയായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യാം. ഇവിടെ നമ്മുടെ പണ്ടത്തെ റോഡായിരുന്നു കേട്ടോ. നമ്മള് വണ്ടിയൊക്കെ ഇട്ടോണ്ടിരുന്നതും ഞാൻ പണ്ട് വരുമ്പോ വണ്ടിയൊക്കെ ഇട്ടോണ്ടിരുന്നത് ഇവിടെയൊക്കെ തന്നെയായിരുന്നു. ഏകദേശം പണിയൊക്കെ ചേട്ടന് പോകുന്നില്ല. ഏകദേശം പണി തീർത്തോണ്ടിരിക്കുക. ദൂരം ചെമ്പരത്തിപ്പൂ വന്നു. നമുക്ക് ഓയിലിന് ഏറ്റവും മുഖ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പൊ മഴക്കാലം ഒന്നും കിട്ടുന്നില്ല. ചീഞ്ഞ് പോകാം. അപ്പൊ എന്നിട്ടാ നമ്മള് ആറൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയി കാണാൻ. ജാനിക്കുട്ടിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. കാരണം ജാനിക്കുട്ടിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങാണ്ട് വാശി പിടിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോക്കിയപ്പോ ഒരു കുഞ്ഞു കൊച്ചിനെ അമ്മ വെറുതെ വിട്ടേക്കും ആ വെള്ളത്തിനകത്ത്. അങ്ങനെ ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ അവൾ ആലോചിച്ച് നോക്കി, പിടിച്ചാൽ പോലും കിട്ടിയല്ലോ, അത്രയ്ക്ക് ഒഴുക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ജാനിക്കുട്ടിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. പതുക്കെ നടന്നൊന്ന് പോയി ആറൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മുടെ ഇടുക്കി വ്ളോഗിലെ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിട്ട് എല്ലാവരും പറയാറുണ്ട്. അമ്മു ഇടുക്കി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്, നല്ല രസമാണ് കാണാനായിട്ടെന്നൊക്കെ. അത് നമ്മുടെ ഇടുക്കിയുടെ ഈ ഭംഗിയാണ് കേട്ടോ, നിങ്ങളെല്ലാം ആസ്വദിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പതുക്കെ പോയേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ പഴയ പേരമരം, എന്റെ അനശ്വരക്കുട്ടിയുടെ പേരമരം കാര്യമാണല്ലോ. ഒന്നുമില്ല, മഴ പെയ്ത് കഴിഞ്ഞാ ഒന്നും കിട്ടില്ല. ഒക്കെ വെള്ളം കയറി വീണ് പോകും. കടച്ചക്കല്ലേ ഈ കിടക്കുന്നേ, കുറച്ചായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ കടച്ചക്ക ഭയങ്കര വിലയാ. ഇവിടെ ഇഷ്ടംപോലെ എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇടുക്കിയിൽ എല്ലാ സാധനങ്ങളും, അത്യാവശ്യം സാധനങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ തന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ വെള്ളത്തിന്റെ, ഇല്ലേ? പിന്നല്ലാണ്ട് ഒരു സൗണ്ട് ഉണ്ടാവും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാല്ലേ. ഇവിടെ കാടായില്ലേ. നമ്മള് നേരത്തെ കുളിക്കാൻ ഇറങ്ങി പൊക്കോണ്ടിരുന്നോടൊക്കെ കാടായി കേട്ടോ. അനശ്വരക്കുട്ടീനെ ഈ പ്രാവശ്യം വന്നിട്ട് കണ്ടില്ല. അവളുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉന്തി വലിച്ച് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോകും കേട്ടോ.
പക്ഷെ അവളെയും കണ്ടില്ല. അവള് സ്കൂളൊക്കെ തുറന്നല്ലോ, ഓപ്പണിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴല്ലേ നമ്മള് വന്നേ. ആളെയും കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീടൊക്കെ കാണാല്ലേ. അവിടെ ഭയങ്കര വിസിബിലിറ്റി അല്ലേ. ചേട്ടൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ നട്ടുപിടിപ്പിക്കും. ആളെന്നോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ കൃഷി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്. എന്തെങ്കിലും വാഴ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മള് ആറിലേക്ക് പോകുന്ന വഴിയൊക്കെയാണ്. പക്ഷെ ഇവിടെ കാടായി മാറിയിട്ടുണ്ട്. വഴിയുണ്ട് പക്ഷെ വെള്ളം ആവശ്യം. കാനക്കകത്തൂടെ വെള്ളം നമ്മളെന്തായാലും പോകുന്നില്ല കൈസി. വെള്ളം ആയതുകൊണ്ട് ശരിയാവില്ല. നമുക്ക് അപ്പുറത്തെ വഴി കൂടെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ പോയി ഇറങ്ങിയിട്ടല്ലേ, പോയി ഒന്ന് കണ്ടിട്ടിങ് പോരാ. ചക്കയൊക്കെ അവിടെ നിന്നോട്ടെ, നമുക്ക് വേണ്ടത് കൊക്കോക്കായ. കൊക്കോ ഞങ്ങൾ അവിടെ എന്നിട്ട് പറഞ്ഞത് അമ്മയുടെ ഫ്രണ്ടിന്റെ ഇതാണ് കേട്ടോ, വീട് കാര്യങ്ങൾ. ഇവിടെ എല്ലാ അമ്മേനെ നന്നായിട്ട് അറിയാവുന്ന കേട്ടോ. അവക്കാടോന്റെ മരം, അവക്കാടോ അവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഇവിടങ്ങളിൽ സുലഭമാണ്. എല്ലാ വീടുകളിലും ഉണ്ട്. ആരും അധികം യൂസ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഗൾഫ് അറബി നാട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവക്കാഡോ യൂസ് ചെയ്യുന്നത്. അല്ല നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടങ്ങളിലുള്ളവർക്കൊന്നും അത്ര വിലയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മുടെ പഴയ വീടില്ലേ മേളത്തെ ലോണ്ടറി, അവിടെ ഇഷ്ടംപോലെ ഉണ്ട് മേളത്തെ വീട്ടില്. ഞങ്ങൾ ആരും തിരിഞ്ഞു പോലും നോക്കാം. പണ്ട് പപ്പാടെ അടുത്ത് ചെന്നപ്പോ ഉണ്ടല്ലോ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെന്ന ടൈമിലേ പപ്പ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പാലിനകത്ത് നല്ല അടിച്ച് സൂപ്പറായിട്ട് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കക്കല്ലായിരുന്നു. നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ല, പക്ഷെ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നോക്കിയ വെള്ളം അയ്യോ, കഴിഞ്ഞ ദിവസം കൊണ്ട് മുംബൈയിൽ ഒരു ഫാമിലി ഫുള്ള് ഒലിച്ചു പോയത് വാർത്തയ്ക്ക്. അതെന്റെ പോലെ കൈക്കുഞ്ഞു തൊട്ടുണ്ട്. ഒരു കാരണവശാലും വെള്ളത്തിനോട് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. ഈ മഴക്കാലത്ത് വെള്ളത്തിൽ പോയി നിൽക്കരുത്. പെട്ടെന്ന് ചിലപ്പോ വെള്ളമൊക്കെ വരും. എവിടെയെങ്കിലും തുറക്കുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് വരും. ഇത് ഞാൻ ഇവിടെയാണ് വിൽക്കാൻ കൊണ്ടുവച്ചാണ് കാണുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മറ്റേ കളറാണോ? ഒരു വയലറ്റ് കളർ. മുണ്ടുമ്പോ ചവിട്ടിപ്പോ വീണാനെ. ചെറിയ രീതിയിലുള്ള നയാഗ്ര കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാത്തതാണ്. അതിരപ്പള്ളി നമ്മൾ കണ്ടതാ, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അപ്പൊ ഇനിയിപ്പോ അവിടം വരെ പോകാനുള്ള പൈസ ഇല്ല നയാഗ്ര വരെ കാണാൻ പോകാനായിട്ട്. അപ്പൊ ചെറിയ രീതിയിൽ കാണണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കകത്ത് വേണമെങ്കിൽ ഇങ്ങനെ കാണാം. ഞാൻ ഇന്ന് കണ്ടു കേട്ടോ ഒറിജിനൽ നയാഗ്ര. നമ്മുടെ ഒരു ചേച്ചിക്കുട്ടി എനിക്ക് വീഡിയോ അയച്ചു തന്നു. അപ്പൊ നോക്കിയേ, കുറെ നാൾ കൂടി നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടേക്ക് ഇറങ്ങി നിൽക്കുമ്പോ ഒരു ഭയങ്കര സുഖമുണ്ട് കേട്ടോ. ഇന്ന് വെയിലും കൂടെ ഉള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിള്ളേരൊക്കെ സ്കൂളിലായിട്ട് ഇവിടെ ഒരു അമ്മൂമ്മ തുണി ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങള് ഫുള്ള് ഇറങ്ങി വന്നൊന്നും കാണിക്കാണ്ടിരുന്നത്. ഇപ്പൊ ആള് കേറി പോകുന്നുണ്ട്. അപ്പൊ ചുമ്മാ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ജാനിക്കുട്ടി വന്ന ഇപ്പൊ സന്തോഷം കൊണ്ട് തുള്ളി ചാടിയത്. അയ്യോ എന്തായാലും ഇവിടെ വന്നല്ലേ, കാലൊന്നും കഴുകിയിട്ട് പോകും. സൂക്ഷിച്ചു പോണേ, ഇനി ഒടിഞ്ഞാ കമ്പി ഇടേണ്ടി വരും. അല്ല വേണ്ട, എങ്ങാനും ഇതായാലോ. അതെ. അപ്പൊ ഞങ്ങള് വന്നിട്ട് കുറെ നേരമായിട്ടോ. അപ്പൊ എന്തായാലും ഇവിടുന്ന് പോവാനായിട്ട് നിൽക്കുകയാണ്. നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ സമയത്തൊന്നും ആരും കുളിക്കാനായിട്ട് അത്ര എന്താ പറയുക, ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കും. പക്ഷെ എനിക്കൊന്നും അധികമൊന്നും അങ്ങോട്ടേക്ക് പുറത്തേക്കൊന്നും പോകില്ല. കാരണം നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ, പാറയും കാര്യങ്ങളൊക്കെ കാരണം നല്ല കുത്തൊഴുക്കിലായിരിക്കും വെള്ളം വരിക. ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവിടെയും ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ചെറിയൊരു കല്ലിന്റെ ഉള്ളിൽ മീനുകൾ കിടക്കുന്നത്. അതെ, പരലുകള്. ഐറ്റങ്ങ അതിൽ പെട്ടുപോയി. ഇനി വലിയ വെള്ളം തന്നെ.
ഇല്ല ഇതൊക്കെ ഇത് കൂടെ ഇറങ്ങി പോവാ പറ്റോ? ഓ ഇല്ലടി. അതിന്റെ തള്ളയുണ്ടോ അതിനകത്ത് കല്ലിനകത്തുണ്ട്. ആണോ? ആ സേഫ് ആയിട്ടുള്ള സ്ഥലം തപ്പി വന്നേക്കണതാ. കണ്ടു കണ്ടു നല്ല അലി അലി എന്ന് പറഞ്ഞ അലി അലി അലി. അതിന്റെ ഉള്ളിൽ വേറെ മീനുണ്ട് ബ്രാൻഡ് പോലത്തെ. അല്ലല്ല മേന്തോര ഇത് പൊട്ടിച്ചൂടെ? ആ നമ്മുടെ അവിടെ മാങ്ങ കഴിഞ്ഞു. ആ ഇത് വല്ലവരുടെ പറമ്പാണോ? പുറമ്പോക്കല്ലേ? പുറമ്പോക്കാന്ന് തോന്നുന്നുണ്ട് വണ്ടി. അങ്ങനൊന്നും ഇവിടങ്ങളിലില്ല. ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് വേണ്ട പോവാ. നമുക്ക് വേണ്ട. മാങ്ങ വേണം നമുക്ക് മേടിക്കാലോ. കഴിഞ്ഞ ദിവസം മേടിച്ചു 160 രൂപ 3 മാങ്ങ. പക്ഷെ നമ്മുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ പൈസ കുറവാ. ആണോ? മാങ്ങയ്ക്ക് പൈസ കുറവായി. സീസൺ തീർന്നില്ലേ? കൂടുതലാ സീസൺ തീരുമ്പോ കൂടുതലല്ലേ? ആ പൈസ കൂടുതലായിരിക്കും അല്ലേ? ശരിയല്ലോ. ഇവിടെ പൈസ കുറവാ. അവിടെ 120 രൂപ ഉള്ളു, ഇവിടെ 160 രൂപ മേടിച്ചത്. ആണോ? മാങ്ങയുടെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ സൂപ്പർ മാങ്ങ. മാങ്ങയുടെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വരുമ്പോ വയറിനും മനസ്സിനും ഒരു കുളിർമയാണ്. ബോർമയുടെ സ്മെല്ല്. നക്ഷത്രപ്പഴം ഉണ്ട് ഇവിടെ. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല, അല്ലാണ്ട് ഇവിടങ്ങളിൽ ഇടുക്കി ജില്ലയിൽ എല്ലാ മരങ്ങളിലും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. കാര്യം പെട്ടെന്ന് കാ പിടിക്കും. ഇവിടെ തണുപ്പല്ലേ, എപ്പോഴും കൂളിംഗ് ആയിട്ട് കിടക്കുന്ന ഭൂമിയല്ലേ. അമ്പഴങ്ങ അമ്മ ഇതാണ് പറഞ്ഞത്. അമ്പഴങ്ങ അമ്പഴങ്ങ ഇമാതിരി ഹൈറ്റ് ആണെന്ന് എനിക്ക് അറിയില്ലല്ലോ. നടക്കില്ല, ഭയങ്കര ഹൈറ്റ് അത്. നടക്കണത് അമ്പഴങ്ങ അച്ചാറ് ഉപ്പിലിടണം. ടേസ്റ്റ്. ചെറുത് ഞാൻ കഴിച്ചിട്ടില്ല, വലുത് കഴിച്ചിട്ടില്ല. ചെറുത് ഇപ്പൊക്കെ പൊട്ടിച്ചിടേണ്ട പ്രായ. കൊറങ്ങമ്പാല് ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? ആ പിന്നെ ഇല്ലാണ്ടാ? കണ്ടിട്ടില്ലല്ലോ. അവിടേക്ക് ഉണ്ട്. ഇതൊക്കെ വെട്ടിക്കളഞ്ഞു. പണ്ട് ഇങ്ങനെ നമ്മളിവിടെ പാനിന്റെ പുറകെ കുത്തിരിക്കും, ഇങ്ങനെ ഓടും. അത് വെച്ചില്ലേലും കുഴപ്പമില്ല, അല്ലെങ്കിലും പറയണാന്ന്. എന്റെ പൊന്നു വെച്ച് നീയായിട്ട് തന്നെ ട്രോളല്ലേ, അത് കിട്ടിയ അവരൊന്നും കൂടെ ട്രോൾ തന്നെ. അങ്ങ് ടെറസിന്റെ മുകളിൽ എന്റെ പൊന്നു വെച്ചു ആ വണ്ടി ഒന്ന് മൂടി വെക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്, അത് മൂടി വെക്കാറുണ്ട് കേട്ടോ. കാര്യം ഇന്നലെ നമ്മള് കുട്ടായപ്പാട് അവിടെ പോയപ്പോ വീഡിയോ എടുത്തില്ലേ. വരാവേ എന്തെല്ലാം നെഗറ്റീവ് ആയിരുന്നു അറിയൂ എനിക്കെതിരെ. നിനക്ക് ജാടയാ, നിനക്ക് ഒരു വണ്ടി എടുത്തതിന്റെ അഹങ്കാരമാ, എല്ലാവരും കഷ്ടപ്പെട്ടാ വണ്ടി എടുക്കുന്നേ, നിന്റെ വണ്ടി മാത്രമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ വണ്ടി. ഒരു നമ്മുടെ ഫാമിലിയിലെ ഒരു വീട്ടിൽ പോയതിനാണ് ഞാൻ അത്രയും നെഗറ്റീവ് കേട്ടത് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് ഒത്തിരി വലിയ വലിയ വണ്ടികൾ കാര്യങ്ങൾ, ഒത്തിരി വലിയ എമൗണ്ടിന്റെ വണ്ടികൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കും നമ്മുടെ ഈ വണ്ടി നമുക്ക് എന്നും വലുതാ. കാര്യം എല്ലാവരും കഷ്ടപ്പെട്ടെടുക്കുന്ന വലിയ വണ്ടികളുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി കയറി പൊക്കോ. അതെ, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത വണ്ടി തന്നെയാണ്. നിങ്ങൾ മാത്രമേ കഷ്ടപ്പെട്ട് വണ്ടി എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എന്തിനാ അവിടെ കൊണ്ട് കാണിക്കുന്നത്, ഇവിടെ കൊണ്ട് കാണിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നാട്ടുകാരെ എല്ലാവരും അയ്യോ ചേച്ചി ഇതെന്റെ വണ്ടിയാണ്, അയ്യോ ചേട്ടാ ഇതെന്റെ വണ്ടി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വേണ്ടപ്പെട്ടവരെ, എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നവരെ, ഞാൻ രക്ഷപ്പെട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാവരുടെ അടുത്ത് കൂടെ പോയി. അതായത് ഉഷാമ്മ എന്നോട് പറഞ്ഞ ഐഡിയ വണ്ടി എടുത്താൽ ഫസ്റ്റ് നീ എൻ്റെ അടുത്തോട്ട് വന്നേക്കണേന്ന് പറഞ്ഞിരുന്നു. ഉഷാമ്മയുടെ അടുത്ത് ഞാൻ വണ്ടി കൊണ്ട് കാണിച്ചു, ശരിയാണ്. സന്തോഷമാവൻ്റെ അവിടെ സർപ്രൈസ് ആയിട്ട് കൊണ്ട് കാണിച്ചു. കാര്യം അവരൊക്കെ നമ്മൾ ഒരു പടിയെങ്കിലും ഉയർന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ കുട്ടായപ്പാടവിടെ കുട്ടായപ്പയ്ക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. ആ ടൈമിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പോവാ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ വന്നതല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ നേരെ അങ്ങ് കയറി അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവര് നിൽക്കാനായിട്ടാണ് സത്യത്തിൽ നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മൾ പിന്നെ ഒരു ദിവസം വരാന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കേട്ടോ നിൽക്കുന്നു. പക്ഷെ ജാനിക്കുട്ടി ചിലപ്പോൾ ഉറങ്ങത്തൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസമല്ലേ നമ്മളിവിടെ ഇടുക്കി നിൽക്കാൻ വരുന്നത്. അപ്പൊ പപ്പാടെ കൂടെ ഒന്ന് അവളെ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങ് പോകുന്ന കേട്ടോ. ഞാൻ സബ്ജക്റ്റിൽ നിന്ന് പോയി കേട്ടോ. കാര്യം ഫ്രണ്ട് വിളിച്ച് നമ്മുടെ ഓയിലൊക്കെ ഇപ്പൊ അലനാണ് കേട്ടോ കൊറിയർ സർവീസിലൊക്കെ കൊടുക്കുന്നത്. നല്ല ഹെൽപ്പാണ് കേട്ടോ അല്ലേ. അത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അച്ഛനും അമ്മയും ഓയിൽ പാക്ക് ചെയ്യാൻ കാര്യങ്ങളും എല്ലാം എഴുതി അഡ്രസ്സൊക്കെ എഴുതി അച്ഛനും അമ്മയും
വെക്കും, അലം വന്ന് കൊണ്ടു കൊടുക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്താ, ഭയങ്കരമായിട്ട് കുട്ടായപ്പാടൊക്കെ വീട്ടിൽ പോയ ആ വീഡിയോക്കകത്ത് ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. ഞാൻ ഒത്തിരി ഡിലീറ്റ് ആയി കളഞ്ഞു. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് അതായത് നമ്മളിപ്പോ നമ്മളെ ഡേ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആ ദിവസം എന്തിട്ടാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ സന്തോഷകരമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ വീട്ടിലോട്ട് പോകുമ്പോ അത് നമ്മൾ വീഡിയോ എടുത്തു, അത് ഒപ്പം നിങ്ങളും കണ്ടോട്ടെ, സന്തോഷകരമായിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ എടുത്തത്. അല്ലാണ്ട് ഞങ്ങൾ ഒരിക്കലും ജാട കാണിക്കാനോ അല്ലാണ്ട് ഞങ്ങളുടെ ഇത്രയും വലിയ വണ്ടിയൊന്നും, ഞങ്ങളുടെ ഇത്രയും വലിയ വണ്ടിയൊന്നും അല്ല, ഇത് ചെറിയൊരു വണ്ടിയാ. കണ്ടവർക്ക് എല്ലാം മനസ്സിലാണ്, ഇത് ചെറിയൊരു വണ്ടിയാണ്. അല്ലാണ്ട് മറ്റേ റോൾസ് റോയ്സ് ഒന്നല്ല ഞാൻ മേടിച്ചു കൊണ്ടിട്ടേക്കണത്, ചെറിയൊരു വണ്ടിയാണ് മേടിച്ചിട്ടുണ്ടത്. ഒരിക്കലും അഹങ്കാരമല്ല, നമ്മുടെ മനസ്സിലെ സന്തോഷം അത് നിങ്ങളെ കാണിക്കുമ്പോൾ കുശുമ്പ് കുറച്ചെങ്കിലും മനസ്സിലുള്ളവർക്ക് അതൊരു അഹങ്കാരമായിട്ട് തോന്നും. കുശുമ്പെന്ന് വെച്ചാൽ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒത്തിരിയും ആൾക്കാർ നമ്മുടെ കുട്ടായപ്പാട് അവിടെ പോയ വീഡിയോക്കകത്ത് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ കമന്റ്സ് ഉണ്ട്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടാർഗറ്റ് ചെയ്ത പോണക്ക് ഒരു സംഘം വന്നിട്ട്, എല്ലാം യൂസറാണ് കേട്ടോ, പേരൊന്നുമില്ല, എല്ലാം യൂസർ. ഒരു സംഘം വന്നിട്ട് എന്നെയായിരുന്നു കേട്ടോ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു. കുറെയൊക്കെ നമ്മൾ ഡിലീറ്റ് ആയി കളഞ്ഞു. പിന്നെ കുറെ പേര് ആ കമന്റ് കണ്ടിട്ടുണ്ട്, കാര്യം നല്ല ലൈക്ക് കാര്യങ്ങളൊക്കെ വരുന്ന കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ പറഞ്ഞത്, ഒരു വണ്ടി എടുത്ത് പറഞ്ഞ ജാടയോ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് നമ്മൾ പോകുന്നു. ഫുൾ ടൈം ഞങ്ങൾ ഉറങ്ങുന്നതും തിന്നുന്നതും കുടിക്കുന്ന ഒന്നും വണ്ടി ഇരുന്ന് കാണിക്കുന്നു. അതെ, ഇനിയിപ്പോ വീട് വിട്ടിട്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിങ്ങളുടെ താമസം കൂടാനുള്ള ഒരു പ്ലാനും ഇല്ല. അപ്പൊ അത്രേ ഉള്ളു കേട്ടോ. കുട്ടായപ്പൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നോ, ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങ് പോയി എന്നുള്ളേ ഉള്ളൂ, ആശുപത്രിയിലൊക്കെ പോയി വന്നോണ്ട്. അപ്പം അല്ല, നമ്മളിപ്പോ എന്തായാലും ഈ വണ്ടിയുടെ മറ്റേ എങ്ങനെ എടുത്ത ലോണിന്റെ കാര്യങ്ങളും പിന്നെ നമ്മള് എല്ലാം പറയാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചത്. ഇപ്പൊ നമ്മള് ജാടയാണോ തേങ്ങയാണെന്നോ നമുക്കിനി അറിയില്ലല്ലോ. അപ്പൊ നിങ്ങളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തേക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നില്ല. റേറ്റ് കാര്യങ്ങള് നമ്മള് കടം കയറിയാണോ വണ്ടി മേടിച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പോ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ജാടയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിട്ടേക്ക്, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ സന്തോഷം നമ്മൾ കാണിക്കുന്നു, ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, ഇഷ്ടമല്ലാത്തവർ വേണ്ട. ഒരിക്കൽ പോലും എല്ലാ വീഡിയോസും കാണുന്നതാണ്, ഒരിക്കൽ പോലും അമ്മുൻ്റെ കമന്റ് ഇട്ടില്ല. പക്ഷെ അമ്മുന് ഇപ്പൊ വണ്ടി എടുത്തപ്പോ ജാടയാണ്. തെയ്യോ, ഞാൻ ചിന്തിക്കട്ടെ, നമ്മൾ ചിലപ്പോൾ സന്തോഷത്തോടെ പറയുന്നതായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ജാട എന്ന് പറയുന്നവർക്കൊരു അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടാവും, എനിക്കറിയില്ല കേട്ടോ. ഞാൻ സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് സംസാരിക്കണം, അത്രയും. നമ്മക്ക് ഇവൻ എന്നും കാക്കിക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ചുംബീനെ പിടിച്ചാൻ പോവാണ്. ചുംബീനെ പിടിക്കാൻ പമ്മി പോവാണോ? ചുംബിയെ പോയാ പോട്ടെ അതിരടി കൊണ്ടുവച്ചാൽ അവക്കേടം പറയണോ? ഇവിടെ പേരക്ക, പിന്നെ റംബൂട്ടാൻ, പിന്നെ ഒരു ചോന്ന കളറുള്ള ഒരു പേരക്കുണ്ട്. ഇതൊക്കെ മത്തനാന്നുണ്ടല്ലോ, അല്ല ചേന, മത്തൻ, ചേന, പിന്നെ എന്തേ ഒരു പ്ലാവ് നിൽക്കണ്ട കേട്ടോ. ഞാനിത് അമ്മയോട് പറഞ്ഞായിരുന്നു, നമുക്ക് വലുതായി കഴിഞ്ഞാൽ ഇതൊരു പണിയായിട്ട് വരരുത്. ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ ഒരു വലിയ കാറ്റും കാര്യങ്ങളൊക്കെ വന്നാലേ ഇങ്ങോട്ടേക്ക് വീണ് കഴിഞ്ഞാലേ വീടുമ്പളിക്ക് വീണ് കഴിഞ്ഞാൽ തീരുമാനമാവും. തേൻ കുടിക്കാൻ അവിടുന്ന് വരുന്നുണ്ട്. തേനുണ്ടോ ഈ പൂവിന്? ഉണ്ടാവായിരിക്കും. എടാ മീമിനെ കൊല്ലോടാ താൻ. ഓക്കെ, ആകെ 5-6 മീമി ഉള്ളതാണ്, 5-6 മീമി ഉള്ളതാണ് കേട്ടോ. മീമിക്കിട്ട് അമ്പ കൊടുക്കുന്നോ? എന്തിനാ പറഞ്ഞാ കേക്കുന്നില്ലേ? ഉച്ചോ, കുളിച്ച ആളാണ്, ഇന്ന് തലയും കുത്തി മീൻ കുളത്തിൽ കിടക്കാം. ബാത്തപ്പേ കിടന്ന് കുളിക്കുന്നവണെങ്കിൽ കിടന്ന് കുളിക്കാം കേട്ടോ. പൂച്ചയല്ലേ, പൂച്ച വണ്ടിയെ കയറി കിടക്കാം, അത് സീറ്റ് കീറും കേട്ടോ കടിച്ച്. എന്നെ ഇപ്പൊ പൂച്ച കയറാതിരിക്കാനോ കെട്ടി വെക്കാൻ പറ്റുമോ ഇതിട്ടിട്ട് നിങ്ങൾക്ക്? ആണോ ചോടാ ചുനി. അച്ഛേ നീ കുളിച്ചല്ലേ? അച്ചു ഇത് കണ്ട അച്ചു? ഈ നമ്മുടെ ഈ ചെടി കണ്ടോ, ഇതിനകത്ത് നല്ലൊരു കുരുവി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ഒരു കുഞ്ഞടക്കിയ കുരുവി ഇരിപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. വിച്ചുവിന് ഉഷാമ്മയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. ആണോ?
ഉഷ്യാമ്മ ടൂറ് പോവാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിയട്ടെന്ന്. എന്റെ കിളി ഇവിടുന്ന് പോയി കേട്ടോ. ഇതിനകത്തൊരു അടയ്ക്കക്കുരുണ്ട്. ആ നോക്കിക്കോളാം. ഇതിനകത്ത് കൂടെ ഒക്കെ പോയി നടക്കുന്നുണ്ട് കേട്ടോ. കാണുന്നില്ലല്ലോ. കൊച്ചു രാവിലെ തൊട്ട് എന്നോട് പറഞ്ഞോണ്ട് നടക്കാട്ടെ എന്റെ പലാസപ്പാന്റെ അടിപൊളിയാണെന്ന്. ഞാൻ എടുത്തോളാൻ പറഞ്ഞല്ല, ഇത് വേണ്ട, ഇത് ചിലപ്പോ പറ്റിയില്ലെങ്കിലോ അടുത്ത പ്രാവശ്യം മേടിച്ചിട്ട് വരാം. അങ്ങനെ പറയുന്നല്ല കേട്ടോ പൊതുവെ. ആണോ? ഇത് നല്ല ചുരിദാറിനൂടെ ഇടുന്നതാ. നല്ല അമ്മക്ക് ഈ നൈറ്റി നല്ല ഭംഗിയുണ്ട്. ഇതാര് തയ്ച്ചെന്നാ? ഏതാങ്ങളാ? ആ അവിടെ കോയമ്പത്തൂരിന്ന്. നല്ല രസമുണ്ട് കേട്ടോ. കളർ ഭയങ്കര മാച്ചിങ് ആയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. അച്ചു വണ്ടി കഴുകാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ടാക്കിയൊക്കെ വെച്ച് കഴുകിക്കോ. പൂച്ച കയറി പണിയാണ് കേട്ടോ വണ്ടിയില്. രക്ഷയില്ല പൂച്ചനെ കൊണ്ട്. പൂച്ച സീറ്റ് കടിച്ച് കീറും. എന്താണ് സഖോ അമ്മയുടെ വണ്ടിയൊക്കെ കഴുകി കൊടുത്തേക്കാന്ന് വിചാരിച്ചേ? കഴുകുമ്പോ വൃത്തിക്ക് കഴുകിക്കൂടെടോ. അവിടെ ചൂന വലിയ കാട്ട് പരിപാടിയാണ് കേട്ടോ. ഇരട്ടിപ്പണി തരും. പിന്നെ ചെയ്യാൻ തോന്നും അല്ലേ? വണ്ടി ആ സൈഡിൽ കൊണ്ടുപോകട്ടെ അച്ചു. ആ സൈഡിൽ കൊണ്ടുവച്ചാലും പൂച്ച കയറിയല്ലേ? പിന്നെന്തേ അവിടെ നിന്ന് ഇങ്ങോട്ട് പറ്റിയേ? ഇപ്പൊ പറ്റിക്കും. പൂച്ച പൊട്ടനല്ലേ എന്ന് വെച്ചാ. ആര് വിച്ചോ? അമ്മയോട് പറയാ ഇച്ചിരി ബൂസ്റ്റ് ഉണ്ടായിക്കൊണ്ട് പോവാമേന്ന്. ആരോഗ്യം പോരാ. ഒരു സ്കൂട്ടി തള്ളാനുള്ള ആരോഗ്യം ഇല്ല. രാവിലെ ദോശയും ബീഫും ആയിരുന്നു. അതിന്റെ ആരോഗ്യം കാണിക്കുന്നില്ല. ഇതെന്നാ കാണിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ട് നടക്കുന്നോ? എന്നാ പിന്നെ ഓടിച്ചോണ്ട് നടന്നൂടെ? എന്തിനോടെ എന്നെ അടിക്കുന്നേ? ആറ്റാറ്റി ആറ്റാറ്റി കൊച്ചാട്ടോ എന്നെ ആട്ടുന്നേ. ഓ വീട് 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 വീടോടി കുഞ്ഞി, വീടോടി കുഞ്ഞി. എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. രാജാരു എന്ന് കാട്ടി പോവും. മതി 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 മതി. ഓക്കെ ചവിട്ടാൻ പോണമേ. മതി. മീമിയുടെ അടുത്ത് ഇനി പിന്നെ കളിക്കാം. വെയിലാണ്. ഈ വെയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പനി വരും. അലി കൊച്ചിന്റെ അലി എന്റെ അലി അപ്പനും മോളും കൂടെ അടിയായിരിക്കും കുറച്ചായിട്ടേക്ക്. അപ്പൊ ഞങ്ങള് വെളിയിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കാണ് കേട്ടോ. നമ്മുടെ രണ്ടുപേരും ഡ്രസ് മിഞ്ഞാന്ന് പോയില്ലേ? സെയിം ഡ്രസ്. ഇപ്പൊ നമ്മളല്ലേ കറക്റ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞങ്ങള് മുണ്ടക്കയത്ത് പോയ ഡ്രസ്സാട്ടോ രണ്ടുപേരും ഇട്ടേക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് നമ്മുടെ മാതാവിന്റെ അടുത്തോട്ട് പോവാണ്. നമ്മള് തിരി കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചമ്പാച്ച അടുത്ത് പോവാ. തിരി കത്തിക്കാൻ വേണ്ടി പോകാം. കാര്യം ഒരു വണ്ടിയൊക്കെ ആവാൻ വേണ്ടി ഒത്തിരി മാതാവിന്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ വണ്ടി ആയപ്പോൾ നമ്മൾ ആളെ കൊണ്ട് കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിക്കുട്ടിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ചേച്ചിക്കുട്ടി മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കുറേ വർഷം സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് തിരി കത്തിക്കാൻ പോവാം അല്ലെ? പോകുമ്പോൾ നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകാന്ന് വിചാരിച്ചു. കാര്യം ഒത്തിരി പേര് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് മാതാവിന്റെ അടുത്ത് പോകുമ്പോൾ ഓർത്ത് തിരി കത്തിക്കണം. അപ്പൊ എല്ലാവരെയും സമർപ്പിച്ച് തിരി കത്തിച്ചേക്കാം കേട്ടോ. പോവാ. നമ്മുടെ മാതാവിന്റെ അടുത്ത് എത്തി. താഴെയാണ് കേട്ടോ മാതാവിന്റെ രൂപ കൂടെ. എനിക്കപ്പോൾ അത്രയും സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റിയിട്ടിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ എനിക്ക് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ഞാൻ പതുക്കെ ആട്ടോ. അപ്പം മാതാവിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടില് അവിടെ എനിക്ക് ആ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ പതുക്കെ നോക്കി വന്നു. ഇവിടെ ഫുള്ള് കല്ലൊക്കെ ഇട്ടേക്കോട്ടെ. എന്തോ വരാം. കൊച്ചു തിരിയാട്ടോ ചോദിക്കുന്നത്. തരാം അമ്മ വരട്ടെ. മനസ്സിലായി തിരി കത്തിക്കാൻ വന്നാന്ന്. അമ്മ വരട്ടെ. ഇവിടുന്ന് ചാടി ഓടി എനിക്ക് വരാൻ പറ്റിയല്ല കല്ലുള്ളോണ്ടേ. എന്നാടാ
ആരും ഇന്ന് മാതാവിന്റെ അവിടെ വന്ന് തിരിയൊന്നും കത്തിച്ചില്ല എന്ന് തോന്നല്ലോ. പ്രാർത്ഥിച്ച് കാത്തേക്കണേന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ കേട്ടോ. അവിടെ ഒരു കുഞ്ഞു തിരി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു കുഞ്ഞു തിരി ഉണ്ടായിരുന്നു. പക്ഷെ കൊച്ചറിയാണ്ട് പോയി തൊട്ടപ്പോഴത്തേക്ക് കെട്ടുപോയി കേട്ടോ. കുഞ്ഞിതായിരുന്നു അത് ഇല്ല പിന്നെ അതിനകത്ത് തന്നെ തീപ്പെട്ടി ഉണ്ടായിരുന്നു. അമ്മൂസും അമ്മയും കിങ്ങിണിക്കുട്ടിയും കൂടെ അവിടെ മെഴുകുതിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. നല്ല മിടുക്കായിട്ട് പഠിച്ചു, നല്ല കുഞ്ഞാവണേ. ഭാവി ഒന്നും വരുത്തല്ലേ. നമ്മുടെ ഏലക്കായാണ് കേട്ടത്. മാതാവിന്റെ അടുത്ത് വന്നപ്പോ തോട്ടത്തിൽ കണ്ടാണ്. ജസ്റ്റ് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളേ. നമ്മളിപ്പോ വന്നാലും ഇവിടെ മാതാവിന്റെ അടുത്ത് എപ്പോ വന്നാലും തന്നെ നമ്മൾ പോവാറുണ്ട് കേട്ടോ. അപ്പൊ ഒക്കെ നമ്മള് വീഡിയോയിൽ മാതാവിനെ കാണിക്കാറുണ്ട്. അപ്പൊ വിശ്വാസികളെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്നും നമ്മൾ മാതാവിനെ കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇവിടെ ഒത്തിരി ധ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന പള്ളിയാട്ടോ. ഒത്തിരി അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള മാതാവാണ് ഇവിടുത്തെ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചോ കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണല്ലേ. എനിക്ക് കാലിന് ഭയങ്കര വേദന കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നീങ്ങി നിൽക്കുക. ആരും ചെരുപ്പിടാണ്ട്. എനിക്ക് തണുപ്പ്, ഇവിടെ തണുപ്പല്ലേ, നിൽക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാതാവിന്റെ അടുത്ത് വന്നപ്പോ താഴെയല്ലേ പാമ്പിനെ. അയ്യോ അങ്ങനെ സ്റ്റെപ്പ് ഒന്നും ഞാൻ ഒറ്റയ്ക്ക് കയറ്റുന്നു. സ്റ്റെപ്പുള്ള സ്ഥലം ജാനിക്കുട്ടിയുടെ ഫേവറേറ്റ്. അമ്മ എന്തോ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റെപ്പുള്ള ഒരു കുഞ്ഞു വീട് കൂടെ പെട്ടെന്ന് തന്നെ ദൈവം തരട്ടേന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീടില്ലാഞ്ഞിട്ടാണോന്ന്. വീടില്ലാഞ്ഞിട്ടല്ല, നമുക്കൊന്ന് നമ്മുടെ പേരൻസിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതെ, നമ്മള് മക്കളായിട്ടൊരു വീട് വെച്ച് കാണണം. അത് ഏറ്റവും വലിയ ആഗ്രഹമാണ് കാരണന്മാരുടെ. അവരുടെ അച്ഛനമ്മമാർക്ക് വലിയൊരു ഇതാ ഉണ്ടാക്കി കൊടുത്തത്. അന്നത്തെ കാലത്ത് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷം നിങ്ങൾ ചെയ്തു. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ അവിടെ ഏറ്റവും വലിയ വീട് നമ്മുടെയാണ്. അതിപ്പോഴും അച്ഛൻ പറയട്ടെ, അത് അച്ഛനായിട്ട് മാത്രമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അപ്പൊ അതുകൊണ്ട് അമ്മ എപ്പോഴും ഇപ്പൊ അവിടെ പറയാറുണ്ട്. വീടിന്റെ പ്ലാനിലേക്ക് ഞങ്ങൾ ഒരിത്തിരി വൈകിട്ടേ വരുള്ളൂ. കാരണം അവിടെ ഇല്ല. കാരണം വണ്ടി എടുക്കുന്നു വിചാരിച്ചില്ല. പക്ഷെ ആ സമയമായപ്പോ നമ്മുടെ കയ്യിൽ വന്നു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ വീടെന്നൊക്കെ വെച്ചാൽ അതൊരു പെട്ടെന്ന് വരുന്നതല്ലേ, ഒരു ആശയാണ്. ജാനിക്കുട്ടിക്ക് എനർജി കൂടി കഴിച്ചു. ഇവിടെ പോകാം. പേരമച്ചി മേടിച്ചു കൊടുത്ത് ഉടുപ്പാണ് കേട്ടോ. നല്ല ഉടുപ്പല്ലേ അർജിന്നോ. അപ്പൊ നമ്മള് പള്ളിക്ക് അകത്തേക്കല്ലേ? ആണോ? ഞാൻ ഇവിടെ മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ. ഇവിടെ പ്രതീക്ഷപ്പെട്ട ഒരു മാതാവുണ്ട് കേട്ടോ അപ്പുറത്ത്. അത് ഞാനും പണ്ടൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഈ അടുത്തിടയ്ക്ക് അവിടെ വെച്ചത്. അപ്പൊ ഇങ്ങനെ ഒത്തിരി വർഷം നിന്ന് ഒത്തിരി ഭയങ്കര അപ്പൊ അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. ഇവിടെ ഒരു ധ്യാനഗുരു ഉണ്ടായിരുന്നു അച്ഛൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് അച്ഛൻ വെട്ടിച്ചാട്ടോ. കണ്ടു നമുക്ക് അവിടെയും കൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ ഇവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ കേറിട്ട് പോവാ അല്ലേ? അപ്പൊ നമ്മള് മാതാവിന്റെ അടുത്ത് ജാനിക്കുട്ടി മാതാവിന് ബൈ ബൈ ഒക്കെ പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം വരാന്നൊക്കെ പറഞ്ഞ ആള് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. ചെറുതായിട്ട് മഴ അറിഞ്ഞല്ലേ? സന്ധ്യ ആവാറായി കേട്ടോ.
നമുക്ക് ഒരാൾക്ക് ഒരു കുഞ്ഞു സർപ്രൈസ് മേടിച്ച് കൊടുക്കാതെ വന്ന് അന്ന് തൊട്ട് ഒരാൾ പാർഡേസിലെ ബിരിയാണി കൊതി പറയുന്നുണ്ട്. ബിരിയാണി സൂപ്പറാ സൂപ്പറാ സൂപ്പർ. അല്ല ഇവിടെ പപ്പാടെ നേരം. അപ്പോൾ അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് 2-3 ബിരിയാണി അങ്ങ് മേടിച്ചേക്കാം അല്ലേ? അവിടെ ഇരുന്ന് കഴിക്കണോ? മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, സന്തോഷമാവട്ടെ. നമ്മൾ മക്കള് വരുമ്പോഴല്ല, അല്ലെങ്കിൽ പപ്പായും അമ്മ എവിടെയും പോയി കഴിക്കത്തോ പറക്കത്തോ മേടിക്കത്തോ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിപ്പോ കുറച്ച് ദിവസമായി പറയുന്നു ബിരിയാണി പാർഡേസിലെ ബിരിയാണി. എന്നാ പിന്നെ പണ്ടോട്ടുള്ള കടയാ പാർഡേസ്. അതെ, നമ്മൾ കേറിയിട്ടുണ്ട് അവിടെ. 4-5 പ്രാവശ്യം നമ്മൾ കേറിയിട്ടുണ്ട്. ഞാനിക്കുട്ടിയപ്പോ വണ്ടിയമ്മ കേറിയിരുന്നു. അതൊക്കെ ഇത് ടയറിന്റെ ചെളിയൊക്കെ കണ്ടാ മതി. അമ്മാര് ചെളി ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അവിടെ. പക്ഷെ ഇത് ഇങ്ങനെയാണ് സെറ്റപ്പ് അല്ലേ? ഞങ്ങള് മണിക്കൂടാരത്തിനെയാണ് കേട്ടോ പറയുന്നത്. അതെ, ഒരു വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് വെക്കാം. 10-15 കൊല്ലം പിടിക്കും. മകനോട് പ്രാർത്ഥിക്കും, ഇന്നമ്മേ കാത്തേക്കണേ, അച്ഛനെ കാത്തേക്കണേ. മാമൻ തരണേ, പിസ്ത തരണേ, ജ്യൂസ് തരണേ. ടിപ്പൂന് അതെ, നിങ്ങൂനും ഒക്കെ മേടിച്ചു തരാൻ പാപ്പൂനും ആവും ഒന്നും പറ്റാതെ കാത്തു വരുമാനിക്കണേ. ആ പ്രാർത്ഥിക്കാണ്. സംഭാഷണ അടുത്ത് വന്ന് കേറിയ ഉടുപ്പ് കോരിയിട്ടിട്ട് നിൽക്കുക കേട്ടോ. ഭഗവാനെ